ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവതരണം അഥവാ മൗദൂദി സാഹിബിൻ്റെ പുസ്തകത്തെ അവലംബിച്ചുള്ള അവതരണം, അതിൻ്റെ ഒരു ഖുലാസ, ഒരു സംഗ്രഹം, ചുരുക്കം, രത്നച്ചുരുക്കം ആളുകൾക്ക് നൽകുക എന്നതാണ് ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൗദൂദി സാഹിബ് ഇത് പറയുമ്പോഴും ഇങ്ങനെ പ്രബന്ധം അവതരിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെയും മുസ്ലിം ലോകത്തിന് അറിയാത്ത കാര്യങ്ങളല്ല, വിശുദ്ധ ഖുർആനിലും നബിചരിത്രത്തിലും അന്തർലീനമായ കാര്യങ്ങൾ തന്നെയാണ്. അഥവാ മുസ്ലിം ലോകത്ത് പ്രചാരം സിദ്ധിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിലും ചിന്തയിലും ശൈലിയിലും അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു പുതിയ ഉണർവുണ്ടായി. അതിന് കാരണം അദ്ദേഹം അത് അവതരിപ്പിച്ചത് പരമ്പരാഗതമായ രീതിയിലല്ല, ആധുനിക പ്രത്യയശാസ്ത്രങ്ങളെ അഭിമുഖീകരിക്കുന്ന, അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലാണ്. അല്ലെങ്കിൽ ആധുനിക പ്രത്യയശാസ്ത്രങ്ങൾ മുസ്ലിം ലോകത്തും പുറത്തും ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ തീർക്കാനും അവരെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിലും ആണ് അവതരിപ്പിച്ചത്. ചിന്ത കൊണ്ടും ദർശനം കൊണ്ടും അതിൻ്റെ ഗാംഭീര്യം കൊണ്ടും ഭദ്രത കൊണ്ടും കെട്ടുറപ്പ് കൊണ്ടും ഏറ്റവും ശക്തമായിട്ടുള്ള അവതരണങ്ങളാണ് ഈ രണ്ട് കൊച്ചു പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക. ഒരാൾക്ക് മനസ്സിലാകാൻ മാത്രം ഒരു ചെറിയ കാര്യം, ഒരു വസ്തുത ഒരാൾക്ക് ബുദ്ധിപരമായിട്ട് ഉൾക്കൊള്ളാൻ മാത്രം ശക്തമായിട്ട് അദ്ദേഹം ഇസ്ലാമും ജാഹിലിയത്തും എന്ന കൃതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതൊരു ബേസാണ്. എന്തുകൊണ്ട് ഇസ്ലാം? അതിനുള്ളൊരു മറുപടിയാണ് അത്. ഇസ്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ജമാഅത്തെ ഇസ്ലാമിയിൽ ആയാലും അല്ലെങ്കിലും ഇസ്ലാം എന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മുടെ ദീനാണ്, വ്യവസ്ഥിതിയാണ്. അതിൽ വിശ്വസിക്കുകയും അതിലെ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇത് പലതരത്തിൽ നിർവഹിച്ചു പോരുന്നു. ജനിച്ചത് മുസ്ലിം സമുദായത്തിലായതുകൊണ്ട് നമ്മളും മുസ്ലിമായി അനുഷ്ഠാനങ്ങൾ സ്വീകരിച്ച് ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോവുക. ധാരാളം ആളുകൾ അങ്ങനെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില ചാഞ്ചല്യങ്ങൾ വന്നു ചേരും. കാരണം പുറത്തു നിന്നുള്ള ദാർശനികമായിട്ടുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ആധുനിക കാലത്തൊക്കെ അങ്ങനെ അഭ്യസ്ത വിദ്യരായ ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, അതിൻ്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിപ്പോവും, ഇളകിപ്പോവും, പതറിപ്പോവും. ഒരു അടിയുറച്ച ഈമാൻ ഉണ്ടാകാതെ പോവും. അത് ഒഴിവാക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു പുസ്തകത്തിലെ അവതരണം ഉപകാരപ്പെടും. മറ്റൊന്ന്, നമ്മുടെ കൂട്ടത്തിലും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദീനീ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, അതേസമയത്ത് പുറത്തു നിന്നുള്ള ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ നമ്മൾ വായനയിലൂടെയും മറ്റും കടന്നു വന്നതുകൊണ്ട് നമ്മുടെ ദീനിലുള്ള വിശ്വാസം കുറയുകയും മറ്റ് ദീനുകളിലുള്ള, മതം മാത്രമല്ല മതേതരമായിട്ടുള്ള വ്യവസ്ഥിതികളിലുമുള്ള
വിശ്വാസവും അതിലുള്ള ആത്മവിശ്വാസവും ഒക്കെ കൂടുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവാം. അപ്പോൾ പേരിന് മുസ്ലിം സമുദായക്കാരൻ, എന്നാൽ വിശ്വാസിയാണോ? ആണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഒരു ഭൗതികവാദി, മതേതരവാദി, അനുഷ്ഠാനങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തോന്നുമ്പോഴൊക്കെ ഉണ്ടാകും, അത്രമാത്രം. ഇസ്ലാമിൻ്റെ കർമ്മങ്ങളനുസരിച്ചാണോ ജീവിക്കുന്നത്? വല്ലപ്പോഴും അങ്ങനെ ജീവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് തോന്നുന്ന സ്വഭാവം. കുറച്ച് ആളുകളാണെങ്കിലോ മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ തീർത്തും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള ആളുകൾ, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ദീനിനെക്കുറിച്ച്, അതിൻ്റെ ബേസിനെ കുറിച്ച്, അതിൻ്റെ സവിശേഷതയെക്കുറിച്ച്, അതിൻ്റെ ഫൗണ്ടേഷനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ്. അത് ഉണ്ടാക്കുകയാണ് മൗദൂദ് സാഹിബ് ചെയ്യുന്നത്. അപ്പം മുസ്ലിമിന് ഉപകാരപ്പെടും ഈ പുസ്തകം. മുസ്ലിമിനേക്കാൾ കൂടുതൽ മുസ്ലിം അല്ലാത്ത ആൾക്ക് ഉപകാരപ്പെടും, മറ്റു മതവിശ്വാസികളായ ആളുകൾക്ക് ഉപകാരപ്പെടും, ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾക്കും ധാരാളമായിട്ട് ഉപകാരപ്പെടും. അവരുടെ മുമ്പിൽ അവർക്ക് മറുപടി പറയുന്ന ഒരു ശൈലിയിലല്ല മൗദൂദ് സാഹിബ് ഈ പുസ്തകം രചിച്ചത്. മറിച്ച് അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമില്ലായ്കയെ, അതിൻ്റെ അന്തക്കേടിനെ ആണ് ശക്തമായിട്ട് ആക്രമിക്കുകയാണ്. ഒരാക്രമണ ശൈലിയാണ് മൗദൂദ് സാഹിബ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം അല്ലാത്തതിനെ മുഴുവൻ ജാഹിലിയത്ത് എന്ന വിശേഷിപ്പിച്ചത്. ജാഹിലിയത്ത് എന്ന് ഒന്നിനെ വിശേഷിപ്പിക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ദാർശനിക ധൈര്യം വേണം, അല്ലെങ്കിൽ അതിന് കഴിയില്ല. മൗദൂദ് സാഹിബ് ജാഹിലിയത്ത് എന്ന് പ്രയോഗിച്ചത് ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മുഴുവൻ വ്യവസ്ഥിതികളെയുമാണ്, മുഴുവൻ ഫിലോസഫികളെയുമാണ്, ഈ ലോകത്തുള്ള മുഴുവൻ മതങ്ങളെയുമാണ്, ഇസ്ലാം ഒഴിച്ചുള്ള മുഴുവൻ മതങ്ങളെയുമാണ്. ഇസ്ലാം അതിൽ പാരമ്പര്യമായി വിശ്വസിക്കുന്ന സാമുദായിക ഇസ്ലാമിനെയും ആണ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അധിഷ്ഠിതമായ ഇസ്ലാമിക ദർശനത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത പദ്ധതിയെയുമാണ് ഇസ്ലാം എന്നതുകൊണ്ട് മൗദൂദ് സാഹിബ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നേർ വിപരീതമായിട്ട് പറഞ്ഞു ജാഹിലിയ. ജാഹിലിയ എന്ന പദത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ എത്ര കട്ടിയുള്ള വാക്കാണ് മൗദൂദ് സാഹിബ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. ജാഹിലിയത്ത്, ജഹ്ല് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇൽമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവാണ്, നോളജാണ്. ജഹ്ല് എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് ആണ്, അറിവില്ലായ്മയാണ്. ജാഹിലിയത്ത് എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയെ ഒരു ആദർശമായിട്ട്, ഒരു സംസ്കാരമായിട്ട് കൊണ്ടാടുന്ന ഇസം, അതൊരു ഇസമായിട്ട് കൊണ്ടാടുന്നതിനെയാണ് ജാഹിലിയത്ത് എന്ന് പറയാം. അപ്പൊ ജാഹിലിയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, നമ്മൾ ഇസ്ലാമിൻ്റെ കാലം, ജാഹിലിയ കാലം എന്ന് പറയുന്നൊരു വേർതിരിവുണ്ട്. അത് രണ്ടർത്ഥത്തിൽ. ഒന്ന്, ജാഹിലിയ എന്ന സംസ്കാരം, ജാഹിലിയത്തിനും ഒരു നാഗരികത ഉണ്ടാകും, ജാഹിലിയത്തിനും ഒരു സംസ്കാരം ഉണ്ടാകും, ജാഹിലിയത്തിനും അതിൻ്റേതായിട്ടുള്ള മൂല്യവ്യവസ്ഥിതികൾ ഉണ്ടാകും, നിയമവ്യവസ്ഥിതികൾ ഉണ്ടാകും, അതിൻ്റേതായിട്ടുള്ള സാമൂഹിക കുടുംബ വ്യവസ്ഥിതികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ജാഹിലിയത്തിൽ അതുകൊണ്ട് ഒരു ഗുണവും ആളുകൾക്ക് കിട്ടുകയില്ല എന്നതാണ്. കാരണം അത് അറിവില്ലായ്മയിൽ നിന്ന്, അന്ധക്കേടിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അത് കറക്റ്റാവില്ല, എവിടെയും അത് കറക്റ്റാവില്ല, എവിടെയും അതിനെ യോജിപ്പിച്ച് നിർത്താൻ കഴിയില്ല. പ്രപഞ്ചത്തോട് അത് യോജിച്ചു പോവില്ല, മനുഷ്യനോട് അത് യോജിച്ചു പോവില്ല, മനുഷ്യൻ്റെ ചിന്തക്കും ബുദ്ധിക്കും അത് മതിയാവില്ല. അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ജാഹിലിയ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതൊരു വ്യവസ്ഥിതിയായിട്ട്, ഇസ്ലാമിൻ്റെ വിശേഷണമല്ല മൗദൂദ് സാഹിബാണ് ഉപയോഗിച്ചത്. ജാഹിലിയത്ത് എന്ന് പറയുന്നതും ഇസ്ലാം അല്ലാത്ത മുഴുവൻ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിശേഷണമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്കാരവും നാഗരികതയുമായിട്ടാണ് മൗദൂദ് സാഹിബ് കണ്ടതെങ്കിൽ, ഇപ്പുറത്ത് ഇസ്ലാം എന്നത് നേരിട്ട് തന്നെ ഇസ്ലാം
എന്നാണ് പ്രയോഗിച്ചത്. അല്ലെങ്കിൽ നൂറ് പ്രകാശമെന്നോ ഇൽമ് എന്നോ ഒക്കെ പ്രയോഗിക്കണമായിരുന്നു. അങ്ങനെയല്ല, ഇൽമും നൂറും ഒക്കെ ആയിട്ടുള്ള ഇസ്ലാം എന്ന സമഗ്രമായിട്ടുള്ള പദമാണ് മൗദൂദ് സാഹിബ് ഒരു ദർശനം എന്ന അർത്ഥത്തിൽ, ഒരു വ്യവസ്ഥിതി എന്ന അർത്ഥത്തിലാണ് എന്നുള്ളത്. ഇസ്ലാം വേഴ്സസ് ദി വെസ്റ്റ് എന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിലുണ്ട്. തഫ്ഹീമാത്ത് എന്ന പേരിൽ ഒരുപാട് ലേഖനങ്ങളുടെ സമാഹാരം അറബിയിൽ ഉറുദുവിൽ മൗദൂദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കളക്ഷൻസ് ലഭ്യമാണ്. തഫ്ഹീമാത്ത് എന്നാണ് അതിൻ്റെ പേര്. തൻകീഹാത്ത് എന്നത് വിമർശന പഠനങ്ങളായിട്ട് അങ്ങനെയുമുണ്ട്. ഈ തഫ്ഹീമാത്തിലും തൻകീഹാത്തിലും ഒക്കെ ഈ തരത്തിലുള്ള ലേഖനങ്ങളാണ് ഉള്ളത്. അതിൽപ്പെട്ട ഒന്നോ മറ്റോ ആയിരിക്കണം ഈ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്നത്. ഒരു പ്രഭാഷണമായിട്ടോ കണ്ടാൽ അതൊരു പ്രഭാഷണമായിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ അത്രയും പരന്ന് ആണ്, അത്രയും വിശദാംശങ്ങളോടെയാണ് ഒരൊറ്റ പോയിന്റ് തന്നെ വിശദീകരിക്കുന്നത് മൗദൂദ് സാഹിബ്. അതൊരു പ്രഭാഷണമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അത്രയും നീട്ടിപ്പറയുന്ന ഒരു സ്വഭാവം മൗദൂദ് സാഹിബിന് ഇല്ല. അപ്പോൾ ഇവിടെ ഇസ്ലാം എന്നാണ് ഇപ്പുറത്ത് പറഞ്ഞത്. ഇസ്ലാമിലേക്ക് എത്തുന്നതിന് മുമ്പ് മൗദൂദ് സാഹിബ് മറ്റേത് വിശദീകരിക്കുന്നതിൻ്റെ സംഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാം. വിശദീകരണം നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി കുറച്ച് നമ്മുടേതായിട്ടുള്ള ശൈലിയിലും നമ്മുടേതായിട്ടുള്ള ധാരണയിലും ചില വിശദീകരണങ്ങൾ നൽകുവാനും ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കണം. ഒരു ആളെ കണ്ടാൽ അതാരാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് വിവരങ്ങൾ അയാളെക്കുറിച്ച് നമുക്ക് വേണം. അപ്പോൾ ഗാന്ധിജിയെപ്പോലെ ഒരാളെ കണ്ടു നമ്മൾ എന്ന് വെക്കുക, അയാൾ ഗാന്ധിജി ആവില്ലല്ലോ. പക്ഷേ ഗാന്ധിജിയെ കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, സവിശേഷതകൾ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ കൊണ്ട് ഗാന്ധിജിയാണ് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ആ രൂപമല്ല ഗാന്ധി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൂടി ചേർന്നതാണ് ഗാന്ധി എന്ന് പറയുന്നത്. ആ വ്യക്തിത്വമാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സമഗ്രമായിട്ട് ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞെങ്കിലേ ഇത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് വ്യക്തികളുടെ കാര്യമാണ്. അതുപോലെ ഏത് വിഷയത്തിലും നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾക്ക് അയാളെ സംബന്ധിച്ച് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൻ്റെ പേരിലാണ് അയാളെ നമ്മൾ സ്നേഹിക്കുന്നത്. ഒരാളെ നമ്മൾ വെറുക്കുന്നു, കാരണം വെറുതെ വെറുക്കുന്നതല്ല, അയാളെക്കുറിച്ച് നമുക്ക് ചില ധാരണകളുണ്ട്, ചില അറിവുകളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അയാളെ വെറുക്കുന്നത്. ഇത് മുഴുവൻ ഉണ്ടാകുന്നത് നമ്മൾ അയാളോട് ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത്, സ്നേഹമാണെങ്കിൽ സ്നേഹം, വെറുപ്പാണെങ്കിൽ വെറുപ്പ്, ബഹുമാനമാണെങ്കിൽ ബഹുമാനം ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അയാളെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൗദൂദ് സാഹിബ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. തീക്കട്ട. ഒരു കൊച്ചുകുട്ടി അവിടെ ഒരു തീക്കട്ട എങ്ങനെ കിടക്കുന്നത് കണ്ടാൽ വേഗം ചെന്നിട്ട് അതിനെ പിടിക്കാൻ നോക്കും. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ധാരണ അത്രത്തോളം ഉള്ളൂ. അതൊരു ഭംഗിയുള്ള സാധനമാണ്. വേഗം ചെന്നിട്ട് അതിനെ പിടിക്കാൻ നോക്കും. വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് പോയിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് കുട്ടികൾ ചെയ്യുക. ഇന്ന് വിളക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യൂല എന്ന് മാത്രം. പണ്ട് നമുക്കൊക്കെ തിരിയുന്ന ഉദാഹരണമാണ്. അത് കുട്ടിയുടെ കാര്യമാണ്. കുറച്ചും കൂടിയും മുതിർന്ന ആളുകൾ, ചില ആളുകൾ അതിനെ മറ്റൊരു ആരാധ്യ വസ്തുവായിട്ട്, തീ എന്നതിനെ ആരാധ്യ വസ്തുവായിട്ട് കൊണ്ടാടുന്നുണ്ട്. അത് അവരുടെ ധാരണ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ധാരണയാണ്. തീ എന്നത് അത് അപകടം എന്ന നിലക്ക് അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ വേറെ പ്രകാശം നൽകുന്നു എന്ന അർത്ഥത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള റെസ്പെക്റ്റുകളാകാം. പ്രകാശമാണ്, ഊർജമാണ്, അതുപോലെ തന്നെ അപകടമാണ്. എന്തായിരുന്നാലും ശരി, അതൊരു വിശിഷ്ട സാധനമാണ് എന്ന അർത്ഥത്തിൽ അതിന് റെസ്പെക്റ്റ്. തീ ആരാധകർ, അഗ്നി ആരാധകർ അങ്ങനെ ഉണ്ടാകും. ഇതൊന്നുമല്ല തീ എന്ന് പറയുന്നത്. തീ എന്ന് പറയുന്നത് ഊർജം പ്രദാനം ചെയ്യുന്ന എന്നാണ് എന്നും, ഭക്ഷണം വേവിക്കാൻ പറ്റുന്നതാണ് എന്നും, അത് ധാരാളമായിട്ട് ഊർജം പ്രസരിപ്പിക്കുന്നതാണ് എന്നും, അതുകൊണ്ട് മനുഷ്യന് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് എന്നും മനസ്സിലാക്കി യഥാർത്ഥത്തിൽ തീയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആള് മൂന്നാമതൊരാളാണ്. ഇതിൽ മൂന്നാമത്തേത് മാത്രമാണ് ശരി.
ആദ്യത്തെയും രണ്ടാമത്തെയും തെറ്റും അത് ഒന്നാമത്തേത് അപകടമാണെങ്കിൽ രണ്ടാമത്തേത് തികഞ്ഞ അന്തക്കേടാണ്, മൂന്നാമത്തേതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യമാണ് ശരി, മറ്റേത് രണ്ടും ജഹിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുന്ന എല്ലാ നിലപാടുകളും, അത് റെസ്പെക്റ്റ് ആയിരുന്നാലും ശരി, സ്നേഹമായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, അത് അപകടമാണ്, ജാഹിലിയത്താണ്. ഇതാണ് മൗദൂദ് സാഹിബ് ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു കാര്യം. ഇത് ആ തീക്കട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ വസ്തുവിനെക്കുറിച്ചും ഓരോ വ്യക്തിയെക്കുറിച്ചും ഓരോ സംഭവത്തെക്കുറിച്ചും ഓരോ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും പ്രപഞ്ചത്തിലെ ഓരോ ആയാത്തുകളെ സംബന്ധിച്ചും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കും. മഴ, കാറ്റ്, കടല്, വലിയ എന്താണ് മണലാരണ്യങ്ങൾ, പർവ്വതങ്ങൾ, ഇങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നിലപാടുകൾ ഉണ്ടാവും. ആ നിലപാടുകൾ നമ്മൾ രൂപപ്പെടുത്തുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് ഇസ്ലാമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ നമ്മുടെ അറിവുകേടിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കുന്ന നിലപാടാണ് എങ്കിൽ അത് ജാഹിലിയത്താണ്. ഇതാണ് അദ്ദേഹം ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ചുരുക്കം എന്ന് പറയുന്നത്. ഇത് വ്യക്തി എടുക്കുന്ന നിലപാട്. ചില സമൂഹങ്ങൾ ഒന്നിച്ച് നിലപാടെടുക്കും. അപ്പം അങ്ങനെയാണ് അഗ്നി ആരാധകരുടെ ഒരു സമൂഹം ഉണ്ടായിത്തീരാം. അങ്ങനെയാണ് ഭൗതികവാദികളായിട്ടുള്ള ഒരു വലിയ സമൂഹം ഉണ്ടായിത്തീരാം. അങ്ങനെയാണ് ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇസങ്ങൾ, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിത്തീരാം. അവ ഒരാളായിരുന്നാലും ശരി, ഒന്നിലധികം ആളുകളായിരുന്നാലും ശരി, അവർ രാജ്യമായിരുന്നാലും ശരി, മഹാപ്രസ്ഥാനമായിരുന്നാലും ശരി, അത് അന്തക്കേടിൽ, അറിവില്ലായ്മയിൽ കെട്ടിപ്പോക്കിയിട്ടുള്ളതാണ്. അത് ജാഹിലിയത്താണ്. അതിന് സ്ഥിരമായിട്ട് ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല. അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് തെറ്റായിരുന്നു, ആ നിലപാട് തെറ്റായിരുന്നു എന്ന് ഭാവിയിലുള്ള ആളുകൾക്ക് മനസ്സിലാകും, അത് കൈയൊഴിക്കപ്പെടും എന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും ഏതെങ്കിലും തരത്തിലുള്ള ജാഹിലിയത്തുകൾ ഉണ്ടാകും, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇസ്ലാം എന്നും ഒന്ന് തന്നെയായിരിക്കും. കാരണം അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇതാണ് ഈ നമ്മൾ ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ മൗദൂദ് സാഹിബ് നടത്തി. ഇസ്ലാം ദ ട്രൂത്ത്, അത് ഹക്കാണ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അതല്ലാത്തത് ഒന്നും സത്യമല്ല, യാഥാർത്ഥ്യമല്ല. ചിലപ്പോൾ സത്യത്തോടടുത്തതോ യാഥാർത്ഥ്യത്തോടടുത്തതോ ആയിട്ടുള്ള നിലപാടുകൾ ഉള്ള വ്യക്തികളും സമൂഹങ്ങളും ഉണ്ടാകാം. ചില മതങ്ങളൊക്കെ കുറേ ഇസ്ലാമിനോട് അടുത്ത നിലപാട് പുലർത്തുന്നവരാണ്. കാരണം യാഥാർത്ഥ്യത്തിൻ്റെ കുറച്ച് ഭാഗം അവിടെ ഉണ്ടാവും, സത്യത്തിൻ്റെ കുറച്ച് അംശങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ പൂർണ്ണമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളും ഇസ്ലാമിൻ്റെ നിലപാടുകളും ഇസ്ലാമിൻ്റെ വിശദീകരണങ്ങളും ഇസ്ലാമിൻ്റെ ദർശനവുമാണ് എന്നതാണ്. അതെങ്ങനെയാണ് അങ്ങനെയായി തീർന്നത് എന്നതും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഒരു സത്യമല്ല അത്. മനുഷ്യൻ കണ്ടെത്തിയ ഒരു സത്യമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യൻ ആ സത്യം മുന്നിൽ വന്നപ്പോൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. മനുഷ്യൻ നിർമ്മിച്ച ഒരു സത്യമോ മനുഷ്യൻ സ്വയം കണ്ടെത്തിയ ഒരു സത്യമോ അല്ലാതെ അത് വന്നത് ഒരു വഴിയിലൂടെയാണ്. ആ വഴി ആൾക്കാണ് വഹയ്യ് എന്ന് പറയുന്നത്. അതാണ് വഹയ്യ്. അതായത് പ്രവാചകന്മാർ മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന അറിവ് ആണ് വഹയ്യ്. ആ അറിവിലൂടെയാണ് ഈ ഹക്ക്, പരമമായ സത്യം ജനങ്ങളെ അറിയിച്ചത്. ആ വഹയിലൂടെയാണ്. ആ വഹയിലൂടെയാണ് യാഥാർത്ഥ്യങ്ങളുടെ യാഥാർത്ഥ്യം, പൊരുളിൻ്റെ പൊരുള്, അറിവിൻ്റെ അറിവ്, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് അറിയിച്ചത്. അതിൻ്റെ മീതെ ഗൈബ് എന്ന് പറയുന്ന വലിയ ഒരു ലോകമുണ്ട്. ആ ഗൈബിനെ ഭേദിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ട്. മനുഷ്യന് അതിന് കഴിയില്ല. എത്ര ബുദ്ധി ഉണ്ടെങ്കിലും കഴിയില്ല. അതാണ് ഗൈബിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഗൈബ് എന്ന് പറയുന്നത് ഗൈബിയായിട്ടുള്ള ജ്ഞാനം. മനുഷ്യന് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്ന അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ.
പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൊണ്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അതിൻ്റെ മുഴുവൻ നമുക്ക് തന്നിട്ടില്ല. വഹിയിലൂടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചിട്ടില്ല. വമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വഹി ഉൾപ്പെടെ നൽകിയ ഇൽമിനെ കുറിച്ചാണ് പറഞ്ഞത്. വഹി ഉൾപ്പെടെ അള്ളാഹു മനുഷ്യന് സ്വയം ചിന്തിച്ചും കണ്ടെത്തിയും കിട്ടിയിട്ടുള്ള അറിവ്, ശാസ്ത്രം, അതാണ്. മനുഷ്യൻ അവൻ്റെ ഊഹങ്ങളിലൂടെ, മനനങ്ങളിലൂടെ, റീസണിങ്ങിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളൊരു അറിവുണ്ട്. അതിനാണ് ദർശനം എന്ന് പറയുക. ഈ ശാസ്ത്രവും ദർശനവും പിന്നെ അള്ളാഹു നൽകിയിട്ടുള്ള വഹിയും എല്ലാം കൂടി ചേർന്നാൽ ഉള്ള അറിവ് ഇല്ല ഖലീല, വളരെ വളരെ കുറച്ച് മാത്രം. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്താൽ എത്രയാണോ അത്ര. ഇത് അള്ളാഹു മാത്രം പറഞ്ഞൊരു കാര്യമല്ല. മഹാനായ ഐൻസ്റ്റീൻ, അക്കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ദീർഘകാലം നിലനിന്ന അദ്ദേഹത്തിൻ്റെ പ്രതാപം നിലനിന്നിട്ടുണ്ട്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാൻ ആകെ അറിഞ്ഞത് ഈ വലിയ കടൽ തീരത്ത് ഒരു മണൽത്തരി എടുത്താൽ എത്രയാണോ അത്രമാത്രമാണ് ഇത്ര കാലം ചിന്തിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല. എല്ലാ ബുദ്ധിയുള്ള മനുഷ്യരും വിനയാന്വിതരാണ്. കാരണം അറിവില്ല എന്നതിൻ്റെ ബോധമാണ് അറിവുള്ളതിനേക്കാൾ കൂടുതൽ അവർക്കുള്ളത്. നിസ്സഹായത മനുഷ്യന് വെളിപ്പെടും. ഏറ്റവും കൂടുതൽ ഞാൻ നിസ്സഹായനാണെന്ന് തോന്നുന്ന ഏറ്റവും ബുദ്ധിയുള്ളവനാണ്. കാരണം നിസ്സഹായതയുടെ ആഴവും പരപ്പും ഏറ്റവും ബുദ്ധിയുള്ളവനാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഈ വഹി എന്ന അറിവ് കൊണ്ടാണ് ഇസ്ലാം ഇത്ര ശക്തമായത്, ഇസ്ലാം ശരിയായത്. വഹിയുടെ അടിസ്ഥാനത്തിലുള്ള അറിവായതുകൊണ്ടാണ്. ബാക്കി രണ്ട് അറിവുകളുടെ പരിമിതി എന്താണ്? അതാണ് ജാഹിലിയ അറിവുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഒന്ന്, രണ്ട് തരത്തിലാണ് ജാഹിലിയ അറിവുകളുള്ളത്. ഒന്ന്, അത് മനുഷ്യൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തെറ്റും ശരിയും മനസ്സിലാക്കുക, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ്. അപ്പോൾ നമ്മുടെ പരിമിതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പരിമിതിയെക്കുറിച്ച് ചിന്തിച്ചാൽ, നമ്മുടെ പരിമിതി, നമ്മുടെ കഴിവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഉണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണ് മഹാസംഭവമാണ്. കണ്ണൊരു മഹാസംഭവമാണ്. ഈ കണ്ണ് അടച്ചു പിടിച്ചാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. തീർച്ചയായും കണ്ണ് എത്ര വലിയ സംഭവമാണ്. അതൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് വശം വിടുക, അങ്ങനെയൊന്നും ഒരു ഭൗതികവാദി പറയുന്നില്ല. അനുഗ്രഹമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊന്നും പറയില്ല. അത് ഞാൻ ജനിച്ചു വന്നപ്പോൾ എനിക്കുള്ളതാ, എൻ്റെ കണ്ണ് എന്നാ പറയാം. അപ്പം ആ കണ്ണ് അതിൻ്റെ പേരിൽ എത്ര കാലം നമുക്ക് ഊറ്റം കൊള്ളാൻ കഴിയും, എത്ര സമയം ഊറ്റം കൊള്ളാൻ കഴിയും? ആ കണ്ണിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിലേക്ക്, പിന്നിലേക്ക് നോക്കുമ്പോൾ പിന്നിലേക്ക്, പിന്നെ മുന്നിലേക്ക് കാണൂല. ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് കാണില്ല, അപ്പുറത്തും കാണില്ല, ഇപ്പുറത്തും കാണില്ല. ആകെ പരിമിതികൾ അപ്പം തന്നെ അതിനുണ്ട്. അറ്റ് എ ടൈം നമുക്ക് ആ കണ്ണുകൊണ്ട് എന്താ കാണാൻ പറ്റുക? ഒരു മനുഷ്യൻ്റെ മുഴുവൻ ചിത്രം പോലും ഈ കണ്ണുകൊണ്ട് സാധ്യമല്ല കാണാൻ. നമ്മൾ കാണുന്ന ഭാഗികമായ ചിത്രത്തെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇതാണെന്ന്. സലീം സാഹിബിൻ്റെ മുഖം കാണുമ്പോൾ അത്രയും കണ്ടാൽ മതി, നമുക്ക് പൂർണ്ണമായി സലീം സാഹിബ് എന്നെ ഉറപ്പിച്ചു. സലീം സാഹിബിനെ നമുക്ക് മുഴുവൻ അറ്റ് എ ടൈം കാണാൻ കഴിയുമോ? ഇനി പുറം കാണാൻ കഴിഞ്ഞാൽ അകം കാണാൻ കഴിയുമോ? ഏറ്റവും തമാശയുള്ളത് നിങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് മായൻകുട്ടി മാഷ് നല്ല പരിചയമാണ്. മായൻകുട്ടി മാഷ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിത്രം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? മുമ്മർ മാഷ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രം വരുന്നുണ്ട്. പക്ഷെ എൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമല്ല. അത്ഭുതകരമാണ്. ഞാൻ എന്നെ കണ്ടിട്ടില്ല. നിങ്ങളെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായിരുന്നാലും മായൻകുട്ടി മാഷി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മനസ്സിലുള്ള ചിത്രം, എൻ്റെ പേര് ആരെങ്കിലും പറയുമ്പോൾ ആ ചിത്രം എൻ്റെ മനസ്സിൽ ആ രീതിയിൽ കാണുന്നില്ല. കാരണം ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്നെ കണ്ടിട്ടില്ല. ഞാനൊരു കണ്ണാടി നോക്കുമ്പോൾ കാണുന്നുണ്ടെന്നല്ല ശരി. കണ്ണാടിയിൽ എത്ര വ്യത്യാസത്തോടു കൂടിയായിട്ട്, ചിലപ്പോൾ ഞാൻ തടിച്ചായിരിക്കും, ചിലപ്പോൾ നീണ്ടായിരിക്കും, മെലിഞ്ഞായിരിക്കും, പലതരത്തിലാണ് കാണാൻ. അപ്പം ഈ കണ്ണ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഉപകരണം നമുക്ക് അള്ളാഹു തന്നിരിക്കുന്നു. അത് അലീം അല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്ന് പറയില്ലേ, അവിടെ അലീം എന്ന് പറയാം എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഈ കേൾവിയുടെ ഇനി കണ്ണിൻ്റെ ലിമിറ്റേഷൻ പറയുന്നുണ്ട്. പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ റൂമിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നോ? വീട്ടിലെന്താ നടക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഇതൊരു മഹാസംഭവമാണെന്ന് ഞാൻ പറയുന്നു. എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്.
അപ്പൊ വളരെ വളരെ ചുരുങ്ങിയ ഒരു ലോകത്ത് ഏറ്റവും ചെറിയ, പക്ഷെ ആ ചെറിയ ആയുധം വലിയ ആയുധം തന്നെയാണ്. പക്ഷെ അതല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ. കാഴ്ചയുടെ മഹാലോകത്ത് നമ്മൾ എത്ര ഒരു കോടിയിൽ ഒരു അംശം പോലും നമ്മൾ കാണുന്നില്ല എന്നുള്ളത്. ആയുഷ്കാലം മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മൾ ഈ ഭൂമിയുടെ ഒരു കോടിയിൽ ഒരു ഭാഗം പോലും കാണുകയില്ല എന്നതാണ്. ചെവിയുടെ പരിമിതി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മണം, രുചി, ഇതൊക്കെയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴത്. അതിൻ്റെയൊക്കെ പരിമിതികൾ ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. എന്നിട്ട് ഇതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഈ ദുനിയാവിനെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നത്. ഇത് കണ്ണ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, കേൾവിക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, സ്പർശന ശക്തിക്ക് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, ചിന്ത എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. ചിന്തിക്കുക, നമ്മളെ അറിവും അനുഭവങ്ങളും വെച്ചുകൊണ്ട്, നമ്മുടെ ഇൽമു വെച്ചുകൊണ്ട് നമ്മൾക്കതിൽ ചിന്തിച്ച് കുറേ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും. ശരിയാണ്. പക്ഷേ നമ്മുടെ നിസ്സാരമായ വിഷയങ്ങൾ വരെ, പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ കഴിയുമോ നമ്മുടെ ചിന്ത കൊണ്ട്? കുറേ ആളുകൾ കൂടിയിരുന്ന് ചിന്തിച്ചു, അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമോ? നിസ്സഹായരാണ് മനുഷ്യൻ. വലിയ വലിയ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ നമ്മളടുത്തുനിന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ അയാൾ പോവുകയാണ്, ജീവിതത്തിൽ നിന്ന് തന്നെ പോവുകയാണ്. നമ്മളെല്ലാവരും കൂടി ആധുനിക വൈദ്യശാസ്ത്രം എല്ലാവരും പാടെ ശ്രമിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അയാൾ ടൈം വരെ നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. പോവുകയാണ്. ആ നിസ്സഹായത നിത്യ സംഭവമായതുകൊണ്ട് നമ്മൾ അത് വിട്ടിരിക്കുന്നു. പക്ഷേ എത്ര വലിയ നിസ്സഹായതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് അയാളുടെ കാര്യം. നമ്മുടെ തന്നെ കാര്യം എന്താ? നമ്മൾ പോവുകയാണ്, പോയേ പറ്റൂ. നമ്മുടെ കണ്ണും നമ്മുടെ കേൾവിയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള അറിവ് വെച്ച് നമ്മളിതിനെ പിടിച്ചു നിർത്താൻ എത്ര ശ്രമിച്ചാലും നമ്മൾ പോയേ പറ്റൂ. നമ്മുടെ ഒരു വലിയ നിസ്സഹായതയാണ്, നമ്മുടെ വലിയ ക്ഷീണമാണ്, ഷെയിമാണത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അയാൾ പോയേ പറ്റൂ. എല്ലാവരും പോകുന്നത് കൊണ്ട് വഷളത്തരമില്ലാതെ പോവുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവരും പോകുന്നുണ്ട്. വലിയ കോടീശ്വരനായ ആളും പോകുന്നുണ്ട്. അപ്പം ഞാനും പോകുന്ന വഷളത്തരൊന്നുമില്ലല്ലേ എനിക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ പോകണ്ട എന്ന് വെക്കാൻ കഴിയില്ല എന്നതാണ്. അപ്പം അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ്റെ സകല അറിവുകളും നിസ്സഹായമാണ്, സകല ശക്തികളും നിസ്സഹായമാണ്. ഇതൊക്കെ ആണ് ഈ പറഞ്ഞ ഭൗതികവാദികളുടെ പരിമിതികൾ എന്ന് പറയുന്നത്. ഭൗതികവാദത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ ആകത്തുക വ്യക്തിയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെ, മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ള നിസ്സഹായതയുടെ ഭാഗമാണ്. ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ഒരു പ്രളയം വന്നാൽ, ഒരു ഭൂകമ്പം വന്നാൽ ഈ പറഞ്ഞ എല്ലാ ശാസ്ത്രവും അസ്തമിച്ചു. നേരിടാൻ കഴിയുക, നിസ്സഹായമായിട്ട് നിൽക്കുക. അവിടെയാണ് നമ്മുടെ നിസ്സഹായത. നമ്മൾ 2-3-4 വർഷം കൊണ്ട് നമ്മൾ ആ നിസ്സഹായത കണ്ടതാ അല്ലേ? എത്ര ശക്തി, എത്ര വലിയ ചിന്തകന്മാർ, എത്ര വലിയ ശാസ്ത്രജ്ഞരൊക്കെ ഉള്ള സമയത്താണ് അങ്ങനെ വന്നത്. നമുക്കത് അനുഭവിച്ച് അതിന് കീഴൊതുങ്ങി കൊടുക്കുക എന്നല്ലാതെ യാതൊരു രക്ഷയില്ല. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, വളരെ പരിമിതികളുണ്ട്, വളരെ വളരെ പരിമിതിയുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഒരുപാട് മേന്മകളുണ്ട് മറ്റ് സൃഷ്ടികളെ വെച്ചുകൊണ്ട്. അത് ശരിയാണ്. പക്ഷേ ആ മേന്മകളുള്ള മനുഷ്യനും മൊത്തത്തിൽ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ജീവിതത്തെ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട്, അറിവുകളുമായിട്ട്, ശക്തിയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ എത്രയോ നിസ്സാരനാണ് മനുഷ്യൻ. ഒരു സൂപ്പർ ജീവി എന്ന് നമുക്ക് പറയാം. നമ്മൾ കാണുന്ന ജീവികളുടെ കൂട്ടത്തിൽ സൂപ്പർ എന്നേ അതിനർത്ഥമുള്ളൂ ബുദ്ധിപരമായിട്ട്. ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയേക്കാൾ എത്രയോ വലിയ ഗ്രഹങ്ങൾ, ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ഗ്രഹങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ കാര്യം തന്നെ പോക്കാം. ഇതിനേക്കാൾ വലിയ സൂപ്പർമാൻ അല്ലെങ്കിൽ സൂപ്പർ ജീവികൾ വേറെ ഗ്രഹങ്ങളിൽ ഇല്ല എന്ന് പറയാൻ നമ്മളാരും അല്ല.
ഈ ഒരു ചെറിയ ഒരു ഗുളിക മാതിരിയുള്ള സാധനത്തെ പിന്നെ സേവിക്കാനും നിലനിർത്താനും വേണ്ടി ഈ പ്രപഞ്ചത്തിൽ വലിയ ഗോളങ്ങളും ഗാലക്സികളും ലക്ഷങ്ങളും ദശലക്ഷങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ആനയേക്കാൾ വലിയ തോട്ടിയായിട്ട് അല്ലേ, തോട്ടിയ. അപ്പം അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ടൊരു സാധനമാണ്. അതിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് എന്തറിവുള്ളത്? ഒരറിവുമില്ല. അറിവിനെ സംബന്ധിച്ച് നമുക്കുള്ള അറിവ് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ട് എന്ന കാര്യമാണ്. അനന്തമാണ് പ്രപഞ്ചം. അറ്റമില്ലാത്ത ഒന്നിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അറ്റമില്ലാത്ത ഒന്നോ, ആ അറ്റത്തിൻ്റെ ഒരറ്റം ഉണ്ടാവില്ലേ എന്ന് നമ്മളെ ബുദ്ധി കൊണ്ട്, ആ ചെറിയ ബുദ്ധി കൊണ്ടും ചെറിയ യുക്തി കൊണ്ടും ചോദിക്കും. അറ്റത്തിനൊരറ്റം ഉണ്ടാവില്ല. ആ അറ്റം അതൊക്കെ പറയാൻ സുഖമാണ്. പക്ഷെ അനന്തമായിട്ടുള്ളത്, നമ്മൾ പരിമിതി എന്ന് പറഞ്ഞാൽ രാവും പകലും കൊണ്ടുണ്ടാകുന്ന പരിമിതികളാണ്. നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് അസ്തമനം ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ഇതിങ്ങനെ ചാക്രികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ഒരു പകലും ഒരു രാത്രിയും തിരിച്ചു വരുന്നില്ല. അനന്തമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണുള്ളത്. മനസ്സിലായി? ഇത് മുന്നോട്ടേ പോയി. കാലം എന്ന് പറയുന്നത് മഹാപ്രതിഭാസമാണ്. കാലത്തെ നമ്മൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ മനസ്സിലാക്കുകയാണ്. ഒരു ദിവസം പഠിച്ചോനും നമ്മളോട് പറഞ്ഞത് നിങ്ങളെ പരിമിതമായ അറിവുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെച്ചോളി എന്ന് പറഞ്ഞതാണ്. 7 ദിവസമായിട്ടും മാസങ്ങളായിട്ടും ഒക്കെ വെച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ചെറിയ ബുദ്ധിക്ക് അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ആ സൗകര്യത്തിന് വേണ്ടി നമ്മളെ സഹായിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാലം നമ്മൾ കരുതിയതല്ല കാലം എന്ന് പറയുന്നത്. അപ്പം ആ തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ ഭൗതികവാദം അത് എത്ര തന്നെ വലുതായാലും, ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ഭൗതികവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവാണ്. പരീക്ഷണത്തിലൂടെ നമ്മൾ അറിഞ്ഞ അറിവാണ്. ഏറ്റവും മേന്മയുള്ള അറിവായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ നോളജ്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവായിട്ട് പറയുക ശാസ്ത്രം എന്ന അറിവാണ്. ശാസ്ത്രം നമ്പർ 3 മൂന്നാന്തരം അറിവാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള അറിവാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. പ്രൈമറിയാണ്. കാരണം എന്ന് വെച്ചാൽ അത് കണ്ണുകൊണ്ട് കണ്ടത്, നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ശരിയാണെന്ന് മനസ്സിലായത്, അനുഭവത്തിലൂടെ പരീക്ഷണത്തിലൂടെ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അറിവ്. തീർച്ചയായിട്ടും അതൊരു മഹാസംഭവം തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. പക്ഷേ അത് എന്നും ശരിയായിരുന്നില്ല. അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വളർന്ന് ശരിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു പൂർണ്ണമായ ശരിയല്ല. ഭൂമിയെ സംബന്ധിച്ച്, അതിൻ്റെ ആകൃതിയെ സംബന്ധിച്ച്, ആ രാവും പകലും ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന സങ്കല്പമല്ല ഇന്ന് പറയാ സങ്കല്പങ്ങൾ, ശാസ്ത്രങ്ങൾ. അന്ന് അതിനും പേര് ശാസ്ത്രം എന്നായിരുന്നു. അത് തെറ്റായിരുന്നു എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. നമ്മളിപ്പം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റെന്നല്ല, അതിൻ്റെ അർത്ഥം ശരിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. കുറച്ചുകൂടി ശരിയിലേക്ക് നമ്മൾ പോകും, കുറച്ചുകൂടി ശരിയിലേക്ക് പോകും. അങ്ങനെ ശരിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. വളരെ പരിമിതികൾ അതുണ്ട്. പ്രൈമറിയാണ് അത്, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഒന്ന് അതാണ്. അപ്പോൾ അതിന് പരിമിതികളുണ്ട്. അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ശാസ്ത്ര ബുക്കുകൾ ഇന്നത്തെ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകളും തുലോം വ്യത്യസ്തമാണ്. അടുത്ത ഒരു 100 വർഷത്തിന് ശേഷം ഇതിലും വ്യത്യസ്തമായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം അത് പരമമായിട്ടുള്ള അറിവാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിക്ക് തന്നെ യോജിക്കുന്നില്ല. പരമമായിട്ടുള്ള അറിവല്ല അത്. അത് കൃത്യമായ യാഥാർത്ഥ്യമല്ല. അതൊരു സത്യമാണ്. അത് ജാഹിലി സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ പരമമായ അറിവിൻ്റെ മേലാണ് നിങ്ങൾ ഈ ശാസ്ത്രത്തെ വെക്കുന്നത് എങ്കിൽ, എന്ന് പറഞ്ഞാൽ പരമമായ അറിവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിൽ അധിഷ്ഠിതമായിട്ടാണ് ശാസ്ത്രം മുഖേന കിട്ടിയ അറിവിനെ നമ്മൾ കണക്കിലെടുക്കുന്നത് എങ്കിൽ ഓക്കെ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും വിരുദ്ധമായിട്ടും അതിനെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അത് നാളെ ഇതേ ശാസ്ത്രത്തിൻ്റെ പ്രൊസീജിയറിലൂടെ തന്നെ അത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടും. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗതിയാണ് ജാഹിലിയത്തിൻ്റെ മറ്റൊരു വകഭേദമാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ലന്ന് എന്ന് വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലന്ന് പറഞ്ഞാൽ ഊഹം എന്ന് നമ്മൾ പറയുന്ന അതല്ല കേട്ടോ, അതല്ല ഈ ലന്ന് എന്ന് പറയാം. ലന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ
അറിവുണ്ട്, നമുക്ക് ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ ശാസ്ത്രമാണ് നമ്മുടെ അറിവ്, ഹിസ്റ്ററിയാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നൊരു രണ്ടാമത്തെ ഒരു അറിവുണ്ട്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലൂടെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത, അറിയാൻ സാധിച്ചിട്ടില്ലാത്ത അറിവിനെക്കുറിച്ച് നമ്മൾ നിഗമനങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെ എത്തിച്ചേരുന്ന ചില നിഗമനങ്ങളുണ്ട്. അതിന് ദർശനം എന്ന് പറയും, കാഴ്ചപ്പാടുകൾ, ഫിലോസഫി എന്നാണ് അതിന് പേര്. അത് ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ മീതെയുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രത്തെ അത് നിഷേധിക്കുകയില്ല. ശാസ്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു നിൽക്കാനുള്ള മനുഷ്യൻ്റെ സ്വയം ഉള്ളൊരു ശ്രമമാണത്. മനുഷ്യൻ്റെ സ്വന്തം നിലയിലുള്ളൊരു ശ്രമമാണ്. അതിജീവിക്കാനുള്ള, മുന്നോട്ട് പോകാനുള്ള മനുഷ്യൻ്റെ സ്വന്തം ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് കറക്റ്റാകുമോ എന്ന് ചോദിച്ചാൽ അത് അധികവും തെറ്റും. അതാണ് ഇല്ലേ എന്താ പറയുന്നത്, അധിക ലൊന്നുകളും ബാത്തിലാണ്, തെറ്റാണ്, ശരിയാവില്ല. ചിലത് ശരിയായി എന്ന് വരും, അത്രേ ഉള്ളൂ. ഉറപ്പിച്ച് ഇതാക്കാൻ പറ്റില്ല എന്നതാണ്. അപ്പോൾ ദർശനങ്ങൾ മുഴുവൻ, കാഴ്ചപ്പാടുകൾ മുഴുവൻ സ്വന്തം നിലയിലാണ് അതിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുള്ളത് എങ്കിൽ അത് ഭാഗികമായിട്ടുള്ള ശരികളെ ആവുകയുള്ളൂ, പൂർണ്ണമായ ശരികളാവുകയില്ല എന്നത്. മൂന്നാമത്തെ സോഴ്സ് അതാണ് വഹി എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം മനുഷ്യനില്ല, അത് മനുഷ്യൻ്റെ സംഭാവനയല്ല. മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ഗവേഷണം നടത്തി കണ്ടെത്തിയ ഒരു കാര്യമല്ല. അത് സർവശക്തനായ അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യന് കൊടുത്തിട്ടുള്ള അറിവാണ്. ആ പ്രവാചകൻ്റെ പോലും സവിശേഷമായ സിദ്ധിയല്ല അത്. പ്രവാചകൻ വരെ അതിൻ്റെ ആ ക്രെഡിറ്റ് സ്വന്തം നിലയിൽ എടുത്തിട്ടില്ല. മനുഷ്യൻ്റെ കൂട്ടത്തിൽ അതിനെ പറ്റി ഏറ്റവും നല്ല ഒരാളെ, ഏറ്റവും കഴിവുള്ള ഒരാളെ, ഏറ്റവും ബുദ്ധിയുള്ള ഒരാളെ, ഏറ്റവും നല്ല ഹൃദയ വിശാലതയുള്ള ഒരാളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അത് കേൾക്കാൻ, അത് വഹിക്കാൻ, അത് പിന്നെ കൊടുത്താൽ അതിനെ മനസ്സിലാക്കാൻ ഗ്രാഹ്യ ശക്തിയുള്ള ഒരാൾ, ആ അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ എടുക്കേണ്ടത്. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പിന്നെ അതിനൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ. അങ്ങനെ എടുത്തപ്പോൾ എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. വഹി എന്ന് വളരെ ഭാരമുള്ളൊരു അറിവാണ്. വഹീൻ്റെ സമയത്ത് പ്രവാചകൻ ആകെ വേർത്തിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ആ അറിവിൻ്റെ ഖനമാണ്, ആ അറിവിൻ്റെ ആഘാതമാണ്, ആ അറിവിൻ്റെ ഇമ്പാക്റ്റാണ്, ആ അറിവിൻ്റെ ആഘാതമാണ്. അങ്ങനെയുള്ള ഒരറിവ് ആണ്. അതിലൂടെ കിട്ടിയിരിക്കുന്നതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസിയുടെ കയ്യിൽ, മുസ്ലിമിൻ്റെ കയ്യിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ സവിശേഷത കൊണ്ട് മാത്രമാണ് മേന്മയിൽ നിൽക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഇന്ന് ലോകത്ത് കിട്ടിയ അറിവുകളിൽ ഹക്ക്, പരമമായ സത്യം, കിട്ടിയിടത്തോളം പരമമായ സത്യം എന്ന് പറയുന്നതാണ് ഇത്. വിശുദ്ധ ഖുർആനിലൂടെ കിട്ടിയിട്ടുള്ള അറിവ്. ഹദീസ് എന്ന് പറയുമ്പോൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടാണ് വരുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഹക്ക് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന നിലക്ക് തിരുസുന്നത്തും ഹക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ആണ് തിരുസുന്നത്ത് എന്ന് പറയും. ഇത് വൈബി ആയിട്ടുള്ള സംഗതിയാണ്. ഖുർആൻ സംബന്ധമായിട്ട് കിട്ടിയിട്ടുള്ള അറിവ് വൈബി ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വൈബ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തക്കും ബുദ്ധിക്കും അപ്പുറത്ത് നിൽക്കുന്നതാണ് വൈബ് എന്ന് പറയുന്നത്. ആലമുൽ വൈബ് എന്ന് പറയുന്നതാണ്. എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പിന്നെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഈ വഹയിൽ വിശ്വസിക്കുന്നവർ മുഴുവൻ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഈ വഹയിലൂടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ബുദ്ധി, എൻ്റെ പിന്നെ കാഴ്ച, എൻ്റെ കേൾവി, അതുകൊണ്ട് എനിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതല്ല, മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്നല്ല, മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ എനിക്കത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതല്ല, എനിക്കത് തേടിപ്പിടിക്കാൻ കഴിയുന്നതല്ല, എനിക്കത് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല. വൈബി ആയിട്ടുള്ള ഇൽമ, അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ, യുക്തിചിന്തയുടെ, ഫിലോസഫിയുടെ അപ്പുറത്ത് കിടക്കുന്നതിനെ നിഷേധിക്കാൻ പോകരുത്.
അത് നിഷേധിക്കുന്നു എന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഭൗതികവാദത്തിൻ്റെ പ്രതിസന്ധി, ഭൗതികവാദത്തിൻ്റെ ലിമിറ്റേഷൻ പ്രശ്നം എന്താണ്? അതിൻ്റെ അപ്പുറത്തുള്ള യാഥാർത്ഥ്യങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. അവിടെ കണ്ണിമ്മീട്ടി ഇരുട്ടാക്കുകയാണ്, അതിനപ്പുറമൊന്നുമില്ല. ഇപ്പം മരണം വലിയ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. എല്ലാ കാൾമാർക്സും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും, ഏത് ന്യൂട്ടണും ഏത് ഐൻസ്റ്റീനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. സ്വന്തം മകൻ പ്രായപൂർത്തിയാകാതെ മരിച്ച ദിവസമെങ്കിലും, സ്വന്തം പ്രിയതമ മരിച്ചുപോയ ദിവസമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. സ്വന്തം കാര്യത്തിൽ അത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നു നിന്ന സന്ദർഭത്തിലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാതെ ഒന്നും ഇരുന്നിട്ടുണ്ടാവില്ല. പക്ഷേ ആ ചിന്ത അവിടെ നിസ്സഹായമായിട്ട് തളർന്നിരിക്കുകയാണ്. അവിടെ ആ തളർച്ച അംഗീകരിക്കാതെ പറയുന്നു അതിനുശേഷം നത്തിങ്, അതിനുശേഷം ഒന്നുമില്ലാന്ന്. ഈ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണോ? എന്തെങ്കിലും പ്രൂഫിൻ്റെ അടിസ്ഥാനത്തിലാണോ ഒന്നുമില്ല എന്ന് പറയുന്നത്? അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്. അതൊരു പ്രതിസന്ധിയാണ്. ആ മഹാപ്രതിസന്ധിയെയാണ് ഇസ്ലാം അതിൻ്റെ പരമമായ അറിവിലൂടെ, വഹയിലൂടെ ഭേദിച്ചത്. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്നല്ല, മരണത്തിന് ശേഷം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചുള്ള മരണം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്, നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദി ലൈഫ്. ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടമാണ് മരണം എന്ന് പറയുന്നത്. അടുത്ത ഘട്ടമാണ്. മനുഷ്യന് 70 വയസ്സ് 75 വയസ്സ് ഇവരെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച്, നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചിട്ട് സകല ആശുപത്രികളും ആരോഗ്യ സമ്പ്രദായങ്ങളും കൊണ്ടുവന്ന് അതൊരു 90 വരെ ഒക്കെ മുട്ടിച്ച് ഒപ്പിച്ചു കൊണ്ടുപോകും. പക്ഷേ ആരെങ്കിലും നമ്മുടെ ഒരു പ്രകൃതമനുസരിച്ച് നമ്മൾ അവിടെ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഒരു വിശ്വാസിയും അവിടെ അവസാനിപ്പിക്കേണ്ടി വരില്ല എന്നതാണ്. അവർ അനന്തമായിട്ട് ആ ഇറ്റേണൽ ലൈഫിലേക്ക്, അനശ്വരമായിട്ടുള്ള ഖാലിദീന ഫീഹ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക്, അത് ഖാലിദീന ഫീഹ, അനശ്വരമായിട്ടുള്ളൊരു ജീവിതം, അതാണ് പരലോകത്ത് ലഭ്യമാകുന്നത്. അത് 2 തരത്തിലുണ്ട്. സുഖ സൗകര്യങ്ങളോടുകൂടിയ ജീവിതമുണ്ട്. തീർച്ചയായിട്ടും ഈ ലോകത്തെ ജീവിതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിലപ്പോൾ അത് മോശമായിട്ടുള്ള അവസ്ഥയിലും ഉണ്ടാകാം. പക്ഷേ ഉണ്ട് എന്നൊരു സത്യം വെളിപ്പെടുത്തിയിരുന്നു. അതൊരു മഹാസത്യമാണ്. അതൊരു അന്ധക്കേടും വിവരക്കേടുമല്ല. ജീവിതത്തിലെ മഹാപ്രതിസന്ധിക്ക് പ്രതിസന്ധിയെ തരണം ചെയ്ത ഒരു വലിയ അറിവാണ്. ഈ അറിവ് മനുഷ്യന് കിട്ടിയത് വഹയിലൂടെയാണ്. ഏറ്റവും വിശിഷ്ടമായ അറിവാണ് വഹി എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വഹിയിലൂടെ കിട്ടിയിട്ടുള്ള അറിവുകൾ അനന്തം. ഒരുപാട് കാര്യങ്ങൾ പരലോകവുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതാണ് ജീവിതത്തെക്കുറിച്ച് ജനനം, ജീവിതം, മരണം, ഇതേക്കുറിച്ച് ചിന്തിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം, സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഉത്തരം, മനുഷ്യൻ്റെ തന്നെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം ഇസ്ലാമിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അങ്ങനെയാണ് ഇസ്ലാം സമാധാനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ പ്രാപഞ്ചിക വ്യവസ്ഥയോട് അങ്ങനെയാണ് ഇസ്ലാം ചേർന്ന് നിൽക്കുന്നത്. മറ്റിടത്ത് അത് എവിടെയോ അറ്റുപോകുന്നു എന്നതാണ്. അതാണ് അതിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത്. ഈ വിശിഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ഇസ്ലാം ജാഹിലിയത്തിന് എതിരെ നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി എന്നായിരിക്കും. ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മറുവശം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സകല മനുഷ്യൻ്റെ നിലപാടുകളും, സകല സംസ്കാരങ്ങളും, നാഗരികതകളും, മൂല്യവ്യവസ്ഥകളും ഒക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. എല്ലാ വാല്യൂസ്. ഒരാൾ നീതിമാനാകുന്നു. ഞാൻ എന്തിനാ നീതിമാനാകേണ്ടത്? ഒരു ഭൗതികവാദി നീതിമാനായാൽ എത്രത്തോളം നീതിമാനാവും? അപ്പൊ അവൻ്റെ നീതിമാൻ എന്ന് പറയുന്നത് അവന് വേണ്ടിയിട്ടുള്ള നീതിയാണ്, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നീതിയാണ്, അവൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നീതിയാണ്. അവന് സമത്വത്തെക്കുറിച്ച് പറയുമ്പോഴും അത് അവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിലപേശലാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീക്ഷണമാണ്. സമഗ്രമായിട്ടുള്ള നീതിയെക്കുറിച്ച്, സമഗ്രമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സമഗ്രമായിട്ടുള്ള സാഹോദര്യത്തെക്കുറിച്ച്, സമഗ്രമായിട്ടുള്ള സമത്വത്തെക്കുറിച്ച് ഒന്നും ഒരു ഭൗതികവാദിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നഷ്ടം വരുന്ന ഒരു നീതി എന്തിനാ ഞാൻ അംഗീകരിക്കേണ്ടത്?
എനിക്ക് നഷ്ടം വരുന്ന തരത്തിൽ എന്തിനാണ് സമത്വം ഞാൻ അംഗീകരിക്കേണ്ടത്? എനിക്ക് ലാഭമുണ്ടാകുമ്പോൾ ഞാൻ സമത്വത്തോടൊപ്പവും എനിക്ക് ലാഭമുണ്ടാകുമ്പോൾ ഞാൻ നീതിയോടൊപ്പവും നിൽക്കുക എന്നതാണ്. കോടതിയിൽ ഓരോരുത്തരും പോയി വാദിക്കുന്ന അവരവരുടെ നീതിക്ക് വേണ്ടിയിട്ടാണ്, അവരെൻ്റെ നീതിക്ക് വേണ്ടിയിട്ടല്ല. അവരെൻ്റെ നീതിയിൽ നിന്ന് കവർന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് കോടതികൾ വാദമുനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയത്ത് ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രമായിട്ടാണ്. എൻ്റെ നീതി എന്നതല്ല, നീതി എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള സത്യം പോലെ സമഗ്രമായിട്ടുള്ള ഒരു സാധനമാണ് നീതി എന്ന് പറയുന്നത്. സാഹോദര്യം എന്ന് പറയും, സമത്വം എന്ന് പറയുന്നത് ആ സമഗ്രമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ അംഗീകരിക്കുന്നത്. എൻ്റെ എന്നതിനെ ആശ്രയിച്ചല്ല, എൻ്റെ സമുദായം എന്നതിനെ ആശ്രയിച്ചല്ല, എൻ്റെ രാജ്യം എന്നതിനെ ആശ്രയിച്ചല്ല അത് നിൽക്കുന്നത്. അത് സമഗ്രമായിട്ടുള്ള സത്യത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെയാണ് ജീവിതത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ബേജാറും ജീവിതത്തെക്കുറിച്ച് വരുന്നില്ല. ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതാണ് ഇസ്ലാമിൻ്റെ വിശദീകരണം. നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് മരിക്കുന്നത് കാണുമ്പോഴത്തേന് ബേജാറാണ്ട, വിഷമിക്കണം, ദുഃഖിക്കണം, ഓക്കെ, അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനത്ത് അതിനെ വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും കുറച്ച് ബേജാറും വിഷമൊക്കെ ചെറിയ തോതിലുണ്ടാവും. പക്ഷേ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നൊരു ഗോളാണത്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമാണത്. വേണമെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിച്ചോ. മരണത്തെ അതിജീവിക്കാൻ കഴിയില്ല, രോഗത്തെ അതിജീവിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് അതിജീവിക്കാം ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ. അയ്യുക്കും അഹ്സനു അമല, ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം നിങ്ങളിൽ ആരാണ് സുഹൃതം ചെയ്യുന്നവൻ. സുഹൃതം ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ നാഗരികതയ്ക്കും സംസ്കാരത്തിനും വേണ്ടിയാണ്. സമൃദ്ധമായിട്ടുള്ള ഒരു ലോകം അത് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങളുടെ റോളാണ് നിങ്ങളുടെ ആയുഷ്കാലത്ത് നിങ്ങൾ വഹിക്കുന്നത്. നിങ്ങൾ കടന്നു പോകുന്നത് മറ്റൊരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാണ്. ഇനി ഇവിടുന്ന് കിട്ടുന്ന നീതി അനീതി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവസാനത്തെ വാക്കല്ല. ജഡ്ജ്മെന്റ് മാലിക് യൗമിദ്ദീൻ, ഒരു ലോകം വരാനിരിക്കുന്നു, ഒരു ദിവസം വരാനിരിക്കുന്നു. അതാണ്. തീർച്ചയായിട്ടും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കിട്ടാനുള്ളത് വല്ലതുകൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നാളെ കിട്ടും നമുക്ക്. എന്നാൽ നമ്മുടെ ഭൗതികവാദിയുടെ കാര്യം ഇങ്ങനെയല്ല, നമ്മുടെ ദാർശനികന്മാരുടെ കാര്യം ഇങ്ങനെയല്ല. ഇവിടുന്ന് കിട്ടാനുള്ളത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാനില്ല എന്നാണ് അവർ ധരിക്കുന്നത്. എനിക്ക് എല്ലാം പോയി എന്നാണ്. കൊടുക്കാനുള്ളത് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പേരിൽ ബേജാറ് ഏതായാലും ഉണ്ടാവില്ല. അത് ലാഭം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. ലാഭം എന്നൽക്ക് മനസ്സിൽ അത് അനുഭവിക്കാൻ കഴിയാത്തോ, അതുകൊണ്ട് അതൊരു ലാഭമാകുന്നില്ല എന്നുള്ളതാണ്. നീതിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ തരത്തിൽ നീതിയിലേക്ക് ഒരു കോടതി വിധികളും നീതിയിലേക്ക് എത്തൂല. എത്രയും നീതി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് നീതിയല്ല. ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതാണ് മാലിക് യൗമിദ്ദീൻ. അവസാനത്തെ ജഡ്ജ്മെന്റിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവിടെ വെച്ച് മാത്രമേ നീതി നൽകാൻ കഴിയൂ. ഇസ്ലാമിന് പോലും ഈ ലോകത്ത് പൂർണ്ണമായ നീതി നൽകാൻ കഴിയില്ല. ഇസ്ലാമിക കോടതികൾക്ക് പോലും കഴിയില്ല. കാരണം അത് ഈ ലോകത്തിൻ്റെ ലിമിറ്റേഷനാണ്. അവിടെ കൊടുക്കാൻ കഴിയുന്നതിൽ പരമാവധി നീതി. ബാക്കി നിനക്കവിടെ എന്നാണ്, ബാക്കി നിങ്ങൾക്ക് അവിടെ എന്നാണ് അത് അവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള നിസ്സഹായതയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള വ്യവസ്ഥിതിയും നിസ്സഹായതയിൽ വീർപ്പുമുട്ടുന്ന വ്യവസ്ഥിതിയുമാണ് മറുവശത്തിയെങ്കിൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ, പരമമായ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ അറിവുകളോട് കൂടിയിട്ടുള്ള, വ്യക്തമായ ധാരണകളോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പുറത്തുള്ളത്. ഇസ്ലാം എന്ന് പറയുന്നത് ആണ്. ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറഞ്ഞതുകൊണ്ട് മൗദൂദ് സാഹിബ് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി പിന്നെ ഇതിൽ ബഹുദൈവവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മുശ്രിക്കുകളുടെ പ്രശ്നം പറയുന്നുണ്ട്, അദ്വൈതവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സന്യാസത്തെക്കുറിച്ച് അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാനങ്ങളുടെ വകഭേദങ്ങൾ മാത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഈ പരമമായിട്ടുള്ള സത്യമാണ്. അത് ഈ ഒരു ശക്തി കൊണ്ടാണ്, ഇതാണ് നമ്മുടെ പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ കഴമ്പ് എന്ന് പറയുന്നത്. ഇതാണ്. മറ്റുള്ളവരെ നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. കാരണം അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മേലെ പാഞ്ഞു കയറണം എന്നല്ല, പക്ഷേ പാവങ്ങൾ തീർച്ചയായിട്ടും അതാണ് സഹതാപമർഹിക്കുന്ന ആളുകൾ എന്നാണ്.
കാരണം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കാണാതെ പോയിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, നമ്മൾ അള്ളാഹുവിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കണം അൽഹംദുലില്ലാ. കാരണം ജീവിതത്തിൻ്റെ സമഗ്രതയിൽ അതിനെ കാണാൻ കഴിഞ്ഞതുള്ളതാണ്. ആ സമഗ്രത എന്ന് പറയുന്നതും ഇസ്ലാമിൻ്റെ ഒരു സവിശേഷതയാണ്. മറ്റുള്ളതൊക്കെ ഭാഗികമായിട്ടുള്ള സംഗതികളായിരിക്കും, സമഗ്രത ഉണ്ടാവില്ല അതിന്. ചിലത് രാഷ്ട്രീയപരമായി സമഗ്രമാകുമ്പോൾ സോഷ്യലി ഒന്നും ഉണ്ടാവില്ല അതിൽ. അതുപോലെ തന്നെ കൾച്ചറലി, എത്തിക്കലി, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മോശമായിരിക്കും. ഇസ്ലാം അങ്ങനെയല്ല, എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രതയാണ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു പ്രബന്ധത്തിൽ മൗദൂദ് സാഹിബ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയുള്ള അതിൻ്റെ ഒരുപാട് ഗുണവശങ്ങൾ പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം. സമത്വം, സാഹോദര്യം, സ്നേഹം, ദയ, കാരുണ്യം, മൂല്യങ്ങൾ, ദയാദാക്ഷിണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഏറ്റവും വർണ്ണമനോഹരമാക്കുന്ന, ഒരു നാഗരികത ഏറ്റവും കെട്ടുറപ്പുള്ളാക്കുന്ന, ഒരു സംസ്കാരത്തെ സുഗന്ധവാഹിനിയാക്കുന്ന, സൗന്ദര്യ പൂരിതമാക്കുന്ന ഒരു സംഭവമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഇസ്ലാം ഉണ്ടാക്കിയ പട്ടണത്തിന് വെസ്റ്റേൺ കൺട്രീസിൽ വന്ന പട്ടണത്തേക്കാൾ ഒരു പ്രത്യേകതയുണ്ടാവും. ഇസ്ലാമിൻ്റെ മാർക്കറ്റിന് വെസ്റ്റേൺ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയുണ്ടാവും. കാരണം ഈ നിലപാടിൽ നിന്നാണ് അത് വരി, ഈ സമഗ്രമായ സത്യത്തിൽ നിന്നാണ്. മദീന മാർക്കറ്റിൽ എല്ലാ വസ്തുക്കളും കൂട്ടിക്കലർത്തി വെക്കും. മുകളിൽ നല്ലത് അടിയിൽ മോശം എന്നുണ്ടാവില്ല, മുകളിൽ വലുത് അടിയിൽ ചെറുത് എന്നുണ്ടാവില്ല, മുകളിൽ മനോഹരമായത് അടിയിൽ വളരെ കേടുവന്നത് എന്നുണ്ടാവില്ല. കാരണം അത് ആ മാർക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വാല്യൂ ആണ്. ആ മാർക്കറ്റിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ബോധത്തിൽ നിന്ന് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്, അല്ലാതെ അത് അങ്ങനെ വന്നു ചേർന്നതല്ല. ഇസ്ലാം നിർമ്മിക്കുന്ന ഒരു കെട്ടിടം എന്ന് പറയുന്നത് അകത്തും പുറത്തും ശക്തമായിരിക്കും. നിങ്ങൾക്കത് കാണാൻ കഴിയും. എത്ര മോശമായിക്കോട്ടെ, മുഗളന്മാർ നിർമ്മിച്ച കെട്ടിടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നും 500-600 കൊല്ലം കഴിഞ്ഞിട്ട് അത് അവിടെ ഉണ്ട്. എന്താ അതിൻ്റെ കാര്യം? അത് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ, മാർബിൾ എന്ന് പറഞ്ഞാൽ മാർബിൾ തന്നെയാണ്. അത് വലിയ ചെങ്കല്ല് വെട്ടി പാറ പോലെ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഇന്ന് അതുപോലെ വെച്ച സാധനത്തെ ചെന്ന് നോക്കിയിട്ട് അതൊരു ഫലകം മാത്രമായിരിക്കും, ഒരു ടൈല ഒട്ടിച്ചിട്ടുണ്ടാവുക, ഇല്ലേ? കാരണം ബാഹ്യമാണ്, വിസിബിലിറ്റി, പുറത്തേക്കുള്ളത് കാര്യം മാത്രമാണ് അവിടെ ചിന്തിക്കുന്നത്. പുറത്തേക്ക് കാണിക്കുന്ന സംസ്കാരമാണ്. അകത്തും പുറത്തും എന്നതാണ് വൃത്തി എന്ന് പറയുന്നത്, അതിൻ്റെ ഭാഗമാണ്. നമ്മൾ കടകൾ നോക്കിയാൽ, ഹോട്ടലുകൾ നോക്കിയാൽ മുന്നിൽ നല്ല വൃത്തി ഉണ്ടാവും, അതൊരു സംസ്കാരമാണ്, വൃത്തിയുടെ സംസ്കാരമാണ്. പക്ഷെ പിന്നിൽ എപ്പോഴെങ്കിലും അബദ്ധത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കണം, പിന്നെ ആ ഹോട്ടലിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ ഇസ്ലാമിന് അങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം വൃത്തി പുറത്തുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വൃത്തി ഇവിടെ വേണം. കാരണം എന്താണെന്ന് അറിയോ? അവിടുത്തെ വൃത്തി നോക്കാൻ ആളുകളുണ്ട്, ഇവിടുത്തെ വൃത്തി നോക്കാൻ നിങ്ങളും അള്ളാഹുവും മാത്രമേ ഉള്ളൂ. അള്ളാഹു മതി. കാരണം എനിക്ക് ആളുകളെ വഞ്ചിക്കാൻ കഴിയുന്നത് ഇവിടെയാണ്, അവിടെയല്ല. അവിടെ വരുന്നോ നോക്കിക്കോളും വൃത്തി ഉണ്ടോ അല്ലേ എന്നുള്ളത്. ഇവിടെ ഞാൻ തന്നെ നോക്കിയെങ്കിലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഇതാണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതാണ് ആ സംസ്കാരത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ പുറത്തേക്കുള്ള ആ ജാടയും ഭൗതികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളത് ഇല്ല, പുറത്തുള്ളതേ ഉള്ളൂ എന്നാണ്. അകത്തും പുറത്തും നമ്മൾ പറയാൻ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള, അല്ലേ എന്ന് പറയുമ്പോൾ രണ്ടും ചേർന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമഗ്രമായിട്ടുള്ള എന്നതാണ്. അപ്പോൾ അന്തസ്സോടുകൂടി, അഭിമാനത്തോടു കൂടി ഈ ഒരു ധാരണയിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് ഭയമില്ലാതെ ലോകത്ത് അവർ ജീവിക്കുകയാണ്. മരണത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം, ഒരു പലസ്തീനി അയാൾക്ക് പേടിയില്ല, മരിക്കാൻ പോകുന്നു, കാരണം മരിച്ചിട്ടില്ല. എൻ്റെ മകൻ മരിച്ചിട്ടില്ല, ഞാൻ മരിക്കുന്നു, മരിച്ചിട്ടില്ല, ഞങ്ങൾ ഒന്നിച്ച് മരിക്കുന്നു, മരിച്ചിട്ടില്ല. മരിച്ചിട്ടുണ്ട് എന്നത് ഒരു അർദ്ധസത്യമാണ്, മരിച്ചിട്ടില്ല എന്നതൊരു പൂർണ്ണ സത്യമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. അതേ സമയത്ത് ഇസ്രായേലുകാരൻ യുദ്ധത്തിലേക്ക് പോകാൻ മടിക്കുന്നു, കാരണം ഇറ്റ് ഈസ് ദി എൻഡ്, അതവൻ്റെ അവസാനമാണ്. പാശ്ചാത്യർ അനുഭവമുണ്ടില്ലായിരുന്നുവെങ്കിൽ, മനസ്സിലായില്ലേ, ലോകത്തെ ഇന്ന് പാശ്ചാത്യരെ താങ്ങി നിർത്തുന്ന ഒരേ ഒരു സാധനം ആറ്റം ബോംബ് മാത്രമാണ്.
അല്ലാതെ അവരുടെ അറിവോ അല്ലെങ്കിൽ അവരുടെ ധീരതയോ അവരുടെ അഭ്യാസങ്ങളുടെ മേന്മയോ ഒന്നുമല്ല. ആറ്റം ബോംബ് മാത്രമാണ്. അതെന്ന് മുസ്ലിം ലോകത്ത് നേടുന്നുവോ ഉണ്ടാകുന്നുവോ തത്തുല്യമായ രീതിയിൽ ഉണ്ടാകുന്നുവോ ഇത് മുഴുവൻ നിൽക്കും. ഈ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നിൽക്കും, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനൊക്കെ ദിവസങ്ങളുടെ പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ അറ്റൈൻ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനാണ് അറിവ്. പണ്ട് ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ചു ഒരു വലിയ യോദ്ധാവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ചത് ഒരു കേവല യോദ്ധാവല്ല, ദൈവതുല്യമായിട്ട് ഇന്ന് കരുതപ്പെടുന്ന ഒരു യോദ്ധാവാണ്, ഇല്ലേ? എന്തിനാ മുറിച്ചത്? അമ്പെയ്യാനുള്ള ആ ശക്തി അവനുണ്ടാവരുത്, അമ്പെയ്യാൻ കഴിയരുത് എന്നുള്ളതാണ്. അപ്പം ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഒരു മറികടക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ അതൊക്കെ ഭൗതിക വസ്തുക്കളാണ്. അതിൻ്റെ ഒക്കെ മീതെ ഈ സത്യം എന്നും ഒരു ശക്തിയായിട്ടുണ്ടാവും മുസ്ലിങ്ങളുടെ കയ്യിൽ. അവരുടെ വിശ്വാസം, അവരുടെ ആദർശം, അത് അതിൻ്റെ സവിശേഷമായ ശക്തി കൊണ്ട് അത് തന്നെയാണ് അവരുടെ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ലോകം മനസ്സിലാക്കാതിരിക്കില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് പലസ്തീനി അങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും, കാരണം അത് സത്യത്തിൻ്റെ മീതെയാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നാണ്. മറ്റുള്ളവർ തകരുക തന്നെ ചെയ്യും, കാരണം അത് അസത്യത്തിൻ്റെ മീതെയാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പം ഈ ഒരു തരത്തിലുള്ള ഒരു ധാരണയാണ് നമുക്ക് നമ്മുടെ ആദർശങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രമാണങ്ങളെക്കുറിച്ച്, നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ഉണ്ടാവേണ്ടത്. ജീവിതത്തെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ഉണ്ട്. അത് ഡിഗ്നിറ്റിയുള്ള വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇസ്സത്ത്, അഭിമാനം, ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഏത് പലസ്തീൻ പയ്യനും ഒരു ഇസ്രായേലൻ തോക്കും ടാങ്കും ഇട്ട് വിറപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നത് നിന്നേക്കാൾ ഇസ്സത്ത് എനിക്കുണ്ട് എന്നാണ് ആ ചെറിയ പയ്യൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ആണ് പരമമായ സത്യത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് എന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. സലീം സാഹിബ് അവതരിപ്പിച്ച വിഷയം ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന സത്യസാക്ഷ്യം അല്ലേ? നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ സത്യം അവർക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ സത്യം അവർക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അവരുടെ ധാരണകൾ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. അവരുടെ നിസ്സഹായതയ്ക്ക് പരിഹാരം നിർണയിക്കുകയാണ്. അവരുടെ ജീവിതത്തെ അനന്തമായിട്ട് വലിയൊരു ലോകത്തിലേക്ക് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അതിനേക്കാൾ വലിയ എന്ത് സമ്മാനമാണ് നമുക്ക്, എന്ത് അറിവാണ് നമുക്ക് ലോകത്തിന് നൽകാനുള്ളത്? അവിടെയാണ് മൗദൂദ് സാഹിബ് നിങ്ങൾ ഈ വലിയ അറിവ് ലോകത്തിന് എത്തിക്കുന്നില്ല എങ്കിൽ, കൊടുക്കുന്നില്ല എങ്കിൽ എത്രമാത്രം വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. എത്രമാത്രം വലിയ തെറ്റാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്ന്. ആ അർത്ഥത്തിലാണ് ആ വിഷയത്തിൻ്റെ ഗൗരവം രണ്ടും ഒരേ ദിവസം തന്നെ അവതരിപ്പിക്കപ്പെട്ടത്. വളരെ നന്നായി എന്നെനിക്ക് തോന്നുന്നു. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്ത്, അതിൻ്റെ ഊർജം, അതിൻ്റെ ശക്തി, അതിൻ്റെ പ്രകാശ ധവളിമ മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തകൾ ഉപകാരപ്പെടും. അതാണ് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ശക്തി പകരുക എന്ന്. ഒരാൾക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല, ഒരാൾക്കും നമ്മളെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും നമ്മളെ തളർത്താൻ കഴിയില്ല, നിരാശരാക്കാൻ കഴിയില്ല. നമ്മുടെ ഒരുപാട് ചിഹ്നങ്ങളൊക്കെ തുടച്ചെങ്കിൽ പേര് മാറ്റുക, അതുപോലെയുള്ള ചെപ്പിടി വിദ്യകളൊക്കെ നടത്തിയേക്കാം. പക്ഷെ അതിൻ്റെ മീതെയാണ് അല്ലേ? അതുക്കും മീതെ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. ഇവരെന്താണ് നമ്മളെന്ന് കരുതുന്നതിൻ്റെ മീതെ നമ്മൾ ലംബമായിട്ട് സഞ്ചരിക്കുന്നവരാണ്, തിരശ്ചീനമായിട്ട് പോകുന്നവരല്ല. ഹൊറിസോണ്ടൽ അല്ല നമ്മുടെ ദിശ എന്ന് പറയുന്നത്. നമ്മുടെ ദിശ എന്ന് പറയുന്നത് മേലോട്ടാണ്, ഉയരങ്ങളിലേക്കാണ് നോക്കുന്നത്. റബ്ബു സമാവാത്തി വല്ലാറും, അതാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്നത്. റബ്ബുൽ ആലമീനാണ് രക്ഷിതാവ്. പശുവല്ല, മരമല്ല, പാറയല്ല, ഹിമാലയമല്ല, കോൺക്രീറ്റിൽ പണിത വിഹാരങ്ങളല്ല, പ്രതിമകളല്ല.
മനസ്സിലായില്ലേ? റബ്ബുൽ ആലമീനാണ്. അതാണ് നമ്മുടെ ഔന്നത്യം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇസ്സത്ത്, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിഅ്മൽ വക്കീൽ വ നിഅ്മൻ നസീർ, അത് മതിയാകും നമുക്ക്, എക്കാലത്തും അത് തന്നെ മതിയാകും. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.